നബിദിനവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായി നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമുക്കറിയാവുന്നതുപോലെ മദ്രസ ഫെസ്റ്റുകൾ നടക്കും. പിന്നെ അതുപോലെ തന്നെ മിലാദ് യാത്രകൾ നടക്കും. പിന്നെ അന്നദാനം, അരി വിതരണം, ഇങ്ങനെയുള്ള പരമ്പരാഗതമായ ചില സംഗതികൾ നടക്കും. മതപ്രഭാഷണ പരമ്പരകൾ ചിലപ്പോൾ നടക്കും നബിദിനവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ നടക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തൃശ്ശൂരിലെ ഒരു മസ്ജിദിൽ നടന്ന ഒരു നബിദിന പരിപാടിയുടെ ഒരു വീഡിയോ എനിക്ക് ലഭിക്കുകയുണ്ടായി. അവരൊരു വേറിട്ട് ഈ നബിദിനത്തെ ചിന്തിക്കുകയും നോക്കിക്കാണുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അതിലും എനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയാം. നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യത്തോടും, ഇപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യത്തോടും എല്ലാവരും യോജിക്കണമെന്നൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ ചിലതിനോട് വിയോജിപ്പുണ്ടാവും. പക്ഷേ ഈ കുട്ടികൾ അവിടെ ചെയ്തത് ഒരു മദ്രസ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആലോചിച്ചിട്ട് 3 നിലകളിലായി ഒരു ചെറിയ എക്സ്പോ നടത്തി. എക്സ്പോ മീൻസ് ഇപ്പോൾ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു വിവിധങ്ങളായ ജമാഅത്ത് ഇസ്ലാമി, പിന്നെ മുജാഹിദ് വിസ്ഡം, അതുപോലുള്ളവരൊക്കെ അവരുടെ സമ്മേളനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള എക്സ്പോകൾ നടത്താറുണ്ട്. ഖുർആൻ പ്രദർശനം, വൈജ്ഞാനിക പ്രദർശനം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഫോമിലാണ് ഈ കുട്ടികൾ ഇത് 3 നിലകളിലായി നടത്തിയത്. പ്രവാചകൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്, ഇസ്ലാമിക കർമ്മങ്ങളെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങളാണ് അതിലവർ കാണിച്ചത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അർബദും സൈന്യം വരികയാണ്. അവർ ആനന്ദ ചന്ദനെ പിളർത്തിയതാണ്. നബിക്ക് കിട്ടിയൊരു മുഴുസത്താണിത്. യൂനുസ് നബിയുടെ ശത്രുക്കൾ യൂനുസ് നബിയെ കടലിലോട്ട് തള്ളിയിട്ടു. ആ തിമിംഗലത്തിന്റെ വായിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യൂനുസ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്ത ദിക്റാണിത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഹജ്ജിനെയും ഉംറനെയും കുറിച്ചിട്ടാണ്. സഫ മർവ മല തിരിച്ചൊന്ന് ജംറയിലേക്ക് കല്ല്, അതാണ് 3 ജംറ. കണ്ടല്ലോ, ഇതൊക്കെയാണ് ആ ദൃശ്യങ്ങൾ. അതൊരു മനോഹരമായ സംഗതിയായി എനിക്ക് തോന്നി. കാരണം ഇത് കുറച്ചുകൂടി ഈ പള്ളികളിൽ നല്ല ഗൗരവമായി ആലോചിച്ച് മാസങ്ങൾക്ക് മുമ്പ് തയ്യാറെടുത്താൽ ഈ ഇസ്ലാമിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പ്രാദേശികമായി അവിടെ ജീവിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. തെറ്റിദ്ധാരണകൾ നീക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ കോഴിക്കോടോ വയനാടോ അല്ലെങ്കിൽ ടൗൺ നഗരകേന്ദ്രങ്ങളിൽ മാത്രം ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ ബാനറിൽ നടത്തിയാൽ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എത്താൻ കഴിയുന്ന ആ സംഘടനയിൽപ്പെട്ട ആളുകളായിരിക്കും വളരെ ആത്മാർത്ഥമായി എത്തി ഇത് കാണുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾ എത്രത്തോളം എത്തും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഇത് ഓരോ പ്രദേശത്ത് ചെയ്താൽ അത് വളരെ മനോഹരമായി, വേണമെങ്കിൽ ഒരു പ്രദേശത്തെ 10ഓ 30ഓ മദ്രസകൾ ചേർന്ന് ഓരോ മദ്രസയ്ക്കും ഒരു തീം കൊടുത്തിട്ട് അതിനനുസരിച്ച് ഭംഗിയാക്കിയാൽ, എന്നിട്ട് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും എല്ലാവരും ക്ഷണിച്ചാൽ അതൊരു മനോഹരമായ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അതിലെനിക്ക് ആകെ അഭിപ്രായ വ്യത്യാസം തോന്നിയത് ഈ പിഞ്ചു കുട്ടികളെ കണ്ണു മാത്രം കാണത്തക്ക നിലയിൽ ഇങ്ങനെ കെട്ടി എന്തോ ഒരു സംഗതി പോലെ, അതൊക്കെ ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമല്ല. അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിത്തീർന്ന സംഗതിയാണ്. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതാണ്. അതൊന്നും ഒരു പൊതുസമൂഹത്തിൽ ഒരു മതത്തെക്കുറിച്ച് എന്തോ ഒരു പ്രാകൃത ഭാവം നൽകുന്നതിന് തുല്യമാണ്. അതൊന്നും പാടില്ല. കുട്ടികളെ കുട്ടികളായി കാണണം.
ആളുകൾ നമ്മൾ പണ്ട് മുതലേ മദ്രസകളിൽ നമ്മൾ പരമ്പരാഗതമായി പഠിച്ചിട്ടുള്ളത് മുൻകൈയും മുഖവും ഒഴികെയുള്ള എന്ന തരത്തിലാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ ഉസ്താദന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മുടെയൊക്കെ ഉമ്മാമാർ പലരും ജീവിച്ചിട്ടുള്ളതുമൊക്കെ. അതിനപ്പുറത്ത് പുതിയ ചില സംഗതികൾ ചില സംസ്കാരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സാധനം കാണിക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല എന്ന വിയോജിപ്പ് കൂടി ഇക്കാര്യത്തിൽ അറിയിക്കുന്നുണ്ട്.